Alhamdulillah, Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala ashrafil anbiya'i wal mursalin nabiyyina Muhammadin wa ala alihi wa ashabihi ajma'in. Amma ba'd. സൂറത്ത് സുമറിലെ 43-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണമാണ് പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 42-ാമത്തെ ആയത്തും 43-ാമത്തെ ആയത്തും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതാണ് സൂചിപ്പിച്ചത്. അഥവാ 42-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മുടെ മരണത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ആ മരണം രാത്രി ഉറക്കിൽ സംഭവിക്കുന്ന മരണം. ഇന്നിപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഇത്തരം വാർത്തകൾ ധാരാളമായി നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് പെട്ടെന്ന് വേദന വരുന്നു, പെട്ടെന്ന് മരണപ്പെടുന്നു, രാത്രിയിൽ ഉറങ്ങിക്കിടന്നിട്ട് ആ ഉറക്കത്തിൽ മരണപ്പെടുന്നു, അങ്ങനെ ധാരാളം വാർത്തകൾ കേൾക്കുന്നു. ഇപ്പോൾ നമ്മൾ സ്വന്തം മരണത്തെക്കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തിയതിന് ശേഷം ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് സംഭവിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു തആല ശഫാഅത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് ആയത്തുകൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായി, പലപ്പോഴും മനുഷ്യൻ മതത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടും അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടും പലപ്പോഴും ആളുകൾ ജീവിക്കുന്നതിൻ്റെ കാരണം പലപ്പോഴും ഈ ആരെങ്കിലുമൊക്കെ നമ്മളെ രക്ഷപ്പെടുത്താനുണ്ടാകും എന്ന ഒരു ധാരണയിൽ നിന്നാണ്. ഇപ്പം ജാഹിലിയ കാലത്ത് അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഖാലിഖ് അള്ളയാണ്, മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹുവാണ്, നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്നൊക്കെ മനസ്സിലാക്കിയ ആളുകൾ ധാരാളം തെറ്റുകൾ ചെയ്തു ജാഹിലിയ കാലത്ത്. ആ തെറ്റുകൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച കാര്യം അവർക്ക് കുറേ ശുപാർശകരുണ്ട് എന്നതാണ്. അത് ഞാൻ പറയുന്നത് 42-ാമത്തെ ആയത്തും 43-ഉം തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കാനാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ടായത്തും കാണാതെ പഠിച്ചു, അതിൻ്റെ വിശദീകരണം പഠിച്ചു വരാൻ. 42-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയതിന് ശേഷം 43-ാമത്തെ ആയത്തിൽ ശഫാഅത്തിനെ കുറിച്ച് പറയാനുള്ള കാരണം അതാണ്. അപ്പം നമുക്ക് മരിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ചും റബ്ബിൻ്റെ കൽപ്പന അനുസരിച്ചും അവൻ്റെ അടുക്കലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ. ഒരാൾ മരിച്ചാൽ നമ്മൾ എന്താ പറയുക? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി, പക്ഷേ നിന്റെ അടുക്കലേക്കാണ് മടക്കം എന്നതാണ്. അപ്പം ആ മടക്കം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, അവിടേക്കാണ് മടങ്ങി ചെല്ലേണ്ടത്. അപ്പം അതുവരെ നമ്മൾ ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലും അവൻ്റെ തൃപ്തിയിലുമായിരിക്കണം ജീവിക്കുന്നത്. അവൻ്റെ ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യരുത്. അള്ളാഹിൻ്റെ തൃപ്തി കിട്ടാത്ത, വെറുപ്പിന് കാരണമാകുന്ന ഒരു സംഗതിയും ചെയ്യാതെ നമ്മൾ ജീവിക്കണം. അപ്പോൾ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കിയ ആളുകൾക്ക് പോലും ജീവിതത്തിൽ തെറ്റുപറ്റിയത് അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ പറയാൻ ആളുണ്ട് എന്നതാണ്. അതാണ് ഈ 42-ഉം 43-ഉം തമ്മിലുള്ള ബന്ധം. 43-ാമത്തെ ആയത്തിൽ തുടങ്ങുന്നത് അമിത്തഹദു എന്ന് പറഞ്ഞിട്ടാണ്. ഈ എന്ന വാക്ക് അത് കെലിമത്ത് മുഖാറന എന്നാണ് നമ്മൾ പഠിച്ചത്, മുമ്പേ പഠിച്ചതാണ്. കെലിമത്ത് മുഖാറന എന്ന് പറഞ്ഞാൽ ഒരു താരതമ്യം അതിനു വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് എന്നത്. ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അതിനുശേഷം എന്ന വാക്ക് ഉപയോഗിച്ചാൽ അതല്ല ഇങ്ങനെയാണോ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതല്ല ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ മേലെ പറഞ്ഞ കാര്യവും ഇതും തമ്മിൽ ഒരു താരതമ്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ആയത്തുകൾ തമ്മിലുള്ള മുഖാറന എന്താണ് എന്ന് അറിയാതെ പോയാൽ ആയത്തിൻ്റെ ആശയവും അതിൻ്റെ താല്പര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാതെ പോകും. അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാര്യമായി സൂചിപ്പിച്ചത്. 2-ാമത്തെ ആയത്തിൽ അമിത്തഹദു മിൻ ദൂനില്ലാഹി ശുഫ. അപ്പം ശരി, അപ്പം നമ്മൾ ശഫാഅത്തിനെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ ശഫാഅത്തിനെ കുറിച്ച് പഠിച്ചപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ശഫാഅത്ത് പ്രധാനമായും 2 തരം ശഫാഅത്തുണ്ട്. ഒന്ന് ദുനിയാവിലെ ശഫാഅത്തുണ്ട്, അത് നമ്മൾ സാധാരണ റെക്കമെൻഡേഷൻ, ശുപാർശ എന്ന് പറയുന്ന ഒരു ശഫാഅത്താണ്. രണ്ടാമത്തത് മരണത്തിന് ശേഷം നടക്കാൻ പോകുന്ന ശഫാഅത്താണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചില ഇനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വന്നത്. അപ്പോൾ നിങ്ങൾ ബാക്കി എഴുതുക നോട്ട് പുസ്തകത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയ ഹെഡിങ് ഷഫാഅത്തിൻ്റെ ഇനങ്ങൾ എന്നാണ്.
ഷഫാഅത്തിന്റെ ഇനങ്ങൾ. അതിൽ ഒന്ന് എന്താ നമ്മൾ എഴുതിയത്? ഒന്നാമത്തത് എന്തായിരുന്നു? ഷഫാഅത്തുൽ ഉളുമ. എന്താണ് ഷഫാഅത്തുൽ ഉളുമ? അല്ലെ, എന്താണ് ഈ ഷഫാഅത്തുൽ ഉളുമ എന്ന് പറഞ്ഞാല്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല പ്രത്യേകം മനുഷ്യരെ വിചാരണക്കെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രവാചകന്മാരുടെ അടുക്കലേക്കും അവർ അനുയായികൾ ചെല്ലുമ്പോൾ അവരൊക്കെ വിസമ്മതം പറയുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഫാഅത്തിനെ ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി ഷഫാഅത്തിനെ ചോദിക്കും. ഈ ഷഫാഅത്തിനാണ് എന്ത് പറയാ? ഷഫാഅത്തുൽ ഉളുമ എന്ന് പറയാം. അപ്പം ഈ ഷഫാഅത്തുൽ ഉളുമയാണ് നബിക്ക് അതിനുള്ള അംഗീകാരവും നബിക്ക് അതിനുള്ള അർഹതയും കിട്ടാൻ വേണ്ടി നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നബിയുടെ ഷഫാഅത്തുൽ ഉളുമയിൽ നമ്മൾ പെടാൻ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ് മഖാമുൽ മഹ്മൂദ് എന്ന് പറഞ്ഞത്. എന്താണ് മഖാം മഹ്മൂദ് എന്ന് പറഞ്ഞത്? അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ആ മഖാം മഹ്മൂദാണ് ഷഫാഅത്തുൽ ഉളുമ എന്ന് നമ്മൾ പറഞ്ഞു. അതിന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആയത്ത് പറഞ്ഞു. ഏതായിരുന്നു ആയത്ത്? സൂറത്ത് ഇസ്രായിലെ ആയത്താണ് അല്ലേ? അത് ഫുള്ള് നമ്മൾ അർത്ഥം പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ആ മഖാമും മഹ്മൂദും മാത്രം നമ്മൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എല്ലാവരും അതൊന്ന് മറിക്കുക. സൂറത്ത് ഇസ്രാ മറിക്കുക. സൂറത്ത് ഇസ്രാ അതിലെ 71 മുതൽ 82 വരെയുള്ള ആയത്തുകളാണ്. മുതൽ 82 വരെയുള്ള ആയത്തുകളാണ്. അവിടെ നമ്മൾ ആ ആയത്തിന്റെ പൂർണ്ണമായ അത്രയും അർത്ഥങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാവരും കണ്ടോ? 71 മുതൽ 82 വരെയുള്ള ആയത്ത്. ഇനി അത് വായിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടി പറയാം. വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യഖ്ബലുല്ലാഹ്, അള്ളാഹു തആല ഒരിക്കലും ചില കാര്യങ്ങൾ കബൂൽ ചെയ്യൂല, സ്വീകരിക്കൂല. മിൻ കൽബിൻ ലാഹിൻ വാഫിൻ, അശ്രദ്ധമായി അറിയാതെ ബോധമില്ലാതെ പറയുന്ന ഹൃദയത്തിൽ നമ്മൾ ഒന്നും സ്വീകരിക്കൂല. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മളൊരു സുബ്ഹാനല്ലാഹ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ കുറേ സുബ്ഹാനല്ലാഹ് ഈ യന്ത്രത്തുമ്പോൾ ചൊല്ലിയൂടെ പടച്ചം കബൂൽ ചെയ്യൂല. ശരിക്കും മനസ്സിൽ തട്ടാത്ത ഒന്നും അല്ലാഹു കബൂൽ ചെയ്യൂല. നമ്മൾ അശ്രദ്ധമായി പറയുന്ന ഒരു ദിക്റും അല്ലാഹു കബൂൽ ചെയ്യൂല. ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കൂല. അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്നുള്ള യാതൊന്നും അല്ലാഹു കബൂൽ ചെയ്യൂല. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഈമാനുള്ള ആളുകൾ നമ്മൾ പടച്ചോൻ കബൂൽ ചെയ്യണം എന്ന് കരുതിയാണ് ഓരോ അമലും ചെയ്യുന്നത്, അല്ലെ? ഓരോ അമലും നമ്മൾ ചെയ്യുന്നത് പടച്ചോൻ കബൂൽ ചെയ്യണം എന്ന് കരുതിയ. നമ്മൾ വരുന്ന വഴിയിൽ ഒരു കല്ല് കണ്ടാൽ ആ കല്ല് ഇനി വരുന്ന ആളെ കാലിൽ തട്ടുമോ എന്ന് പേടിച്ച് ആ കല്ല് നമ്മൾ അവിടുന്ന് മാറ്റി ഇടുന്നത്, ഒരു ചെറിയൊരു കാര്യം നമ്മൾ ചെയ്യുന്നത് പടച്ചോനെ റബ്ബന തഖബ്ബൽ മിന്ന എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെ? ഏത് ചെറുതാവട്ടെ ഏത് വലുതാവട്ടെ നമ്മൾ റബ്ബിനോട് കബൂൽ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം, വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ കർമ്മ കുറേ വലിയ കർമ്മ ആയതുകൊണ്ട് കാര്യമില്ല. വലിയ ലോകത്ത് ഒരുപാട് മനുഷ്യന്മാർ ജീവിച്ച് മരിച്ചുപോയി. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ കർമ്മം ചെയ്ത ആളാരാണ്? ഭൂമിയിൽ മനുഷ്യന്മാർ ജീവിച്ചു മരിച്ചുപോയി, കുറേ ആളുകൾ മരണപ്പെട്ടു പോയി. അതിൽ ഏറ്റവും വലിയ കർമ്മം ചെയ്ത വ്യക്തി ആരാണ്? ഏറ്റവും വലിയ കർമ്മം, അതിലും വലിയ കർമ്മം വേറില്ല. അത് ചെയ്തത് ആരായിരിക്കും? ഏറ്റവും വലിയ കർമ്മം ചെയ്ത വ്യക്തി ആരാണ്? മനുഷ്യനാരാണ്? ഏറ്റവും വലിയ കർമ്മം ചെയ്തത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഹസ്സൻ തബാറക്കല്ലാഹ്. ഇബ്രാഹിം നബി കഅബാലയം ഉണ്ടാക്കി. ശ്രദ്ധിക്കണം, ഇബ്രാഹിം നബി കഅബാലയം ഒരു പള്ളി ഉണ്ടാക്കിയാൽ എത്ര കൂലി?
അല്ലേ? ഒരു പള്ളി നമ്മൾ ഉണ്ടാക്കുക, നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യുന്ന മനുഷ്യന്മാർ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഒരാൾ പള്ളി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലേ? ഭൂമിയിലെ ആദ്യത്തെ പള്ളി അതാണ് കഅബ. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത്ത മുബാറക. ബർക്കത്ത് നൽകപ്പെട്ട മക്ക രാജ്യത്ത് നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ആ കഅബയാണ് ആദ്യത്തെ പള്ളി, അല്ലേ? ലക്ഷോപലക്ഷം ആളുകൾ ഹജ്ജും ഉംറയും ചെയ്യാൻ വേണ്ടി ചെന്നെത്തുന്ന, തേടിയെത്തുന്ന അള്ളാഹുവിൻ്റെ ഭവനം കഅബ. നിങ്ങളൊന്ന് ആലോചിച്ച്, അതിലും വലിയൊരു കർമ്മം വേറൊരു മനുഷ്യൻ ചെയ്യാനില്ല. ആ കഅബാലയം ഒരു വാപ്പി മകനും കൂടി ഉണ്ടാക്കിയത്. എന്നിട്ട് അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഖിയാമത്ത് നാൾ വരെയുള്ള സകല മനുഷ്യന്മാരും ഏത് ചെറിയ കാര്യം ചെയ്താലും പ്രാർത്ഥിക്കേണ്ടത്. അതെന്താ? റബ്ബന തഖബ്ബൽ മിന്നാ. റബ്ബന. ഖുർആനിൽ നമ്മൾ ഏത് കർമ്മം ചെയ്താലും റബ്ബിനോട് കബൂൽ ചെയ്യാൻ പ്രാർത്ഥിക്കണം. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം, നമ്മൾ ഒരാൾക്ക് ഒരു 10 രൂപ, നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരാൾ ബെല്ലടിച്ചു, ഒരു പാവപ്പെട്ട ഒരാളാണ്, നമ്മളെ കയ്യിൽ ഒന്നുമില്ല, ഒരു 10 റുപ്യ ഉള്ളൂ, നമ്മളത് കൊടുത്താൽ റബ്ബന തഖബ്ബൽ മിന്ന പറയണം. നമ്മൾ എത്ര ആളിത് പറയാറുണ്ട്? നമ്മൾ ഏത് നല്ല കർമ്മം ചെയ്താലും റബ്ബ് കബൂൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു കൊണ്ട് ചെയ്യുന്ന ഏത് കർമ്മം നമ്മൾ 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ബിസ്മി ചൊല്ലിയിട്ട് ചെയ്യാം, അതിൻ്റെ നിയ്യത്താണ്. ഞാനത് വേറൊരു ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. ഒരു കാര്യം ഹൈറാകണമെങ്കിൽ എന്ത് വേണം? ബിസ്മി ചൊല്ലണം. ഹൈറല്ലാത്തൊരു കാര്യം നമുക്ക് ചെയ്യാനില്ല. നമ്മൾ വെറുതെ ബാത്റൂമിൽ പോയി 10 മിനിറ്റ് ഇരിക്കുകയാണ്, അതും ഹൈറാക്കാം. എങ്ങനെ? റസൂൽ പറയാണ്, ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട്, ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കടക്കുമ്പോൾ ഇനി പിന്നെ കൊടുത്തി അതിൻ്റെ മുമ്പിൽ ഒരു ബിസ്മില്ല ഉണ്ട്. എന്താ ബിസ്മില്ല? ആ സമയം പോലും നമുക്ക് ഹൈറാണ്. രാത്രി കിടക്കുകയാണ്, 8 മണിക്കൂർ ഉറങ്ങി, നമ്മൾ ഉറങ്ങുമ്പോൾ അവസാനം ബിസ്മിക റബ്ബി, ബിസ്മിക എന്ന് പറഞ്ഞാൽ ബിസ്മില്ല എന്നാണ്. ഏത് കാര്യങ്ങൾ എടുത്തോട്ടെ, ഏതൊരു കാര്യം ഹൈറാകണമെങ്കിൽ ബിസ്മി ചൊല്ലണം. നമ്മളെന്താ മനസ്സിലാക്കിയെന്ന് അറിയാമോ? നമ്മൾ മനസ്സിലാക്കിയത് എല്ലാ നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മിയോട് തുടങ്ങണം എന്നാണ്. അങ്ങനല്ല. എല്ലാ കാര്യവും നല്ല കാര്യമായി അള്ളാഹ് പരിഗണിക്കണമെങ്കിൽ, ഹൈറിൻ്റെ പട്ടികയിൽ വരണമെങ്കിൽ ബിസ്മി കൊണ്ട്. നമ്മളിപ്പോൾ ഷർട്ട് ഇട്ടു, ഷർട്ട് അയക്കണത് വരെ ഹൈറാണ് ബിസ്മി ചൊല്ലിയാൽ. ചെരുപ്പിട്ടു, ബിസ്മി ചൊല്ലി ചെരുപ്പിട്ടു. വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രി 12 മണിക്ക് വീട്ടിൽ എത്തുകയാണ്, ആ സമയം മുഴുവനും ഹൈറ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, വീട്ടിൽ നിന്ന് ഇറങ്ങി ചെല്ലുന്നത് വരെ ഹൈറാണ്. എത്ര ഹൈറ് നമ്മൾ വേണ്ടെന്ന് വെച്ച്. ഇത് ചൊല്ലിയിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ഇന്നമൽ അഅ്മാലു, ഒരു അമലും ആ നിയ്യത്താണ് ബിസ്മി, ഇല്ലാതെ സ്വീകരിക്കപ്പെടൂല. നമ്മൾ ആദ്യം വാഹനത്തിൽ കയറിയാൽ എന്താ പറയണ്ടേ? ആദ്യം എന്താ പറയണ്ടേ? ബിസ്മില്ല 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 3 വട്ടം. ലോകത്തെ ആദ്യം മനുഷ്യൻ സഞ്ചരിച്ച വാഹനം ഏതാ? കപ്പലാണ്, അല്ലേ? ആദ്യം ഉണ്ടാക്കിയത് കപ്പലാണ്. പിന്നെയാണ് ബാക്കിയുള്ളൊക്കെ വന്ന്. ആ കപ്പൽ കയറുമ്പോൾ ബിസ്മില്ലാഹി മജിരേഹ വ മുർസാഹ. ആരോട്? നൂഹ് നബിയോട്. അന്ന് തുടങ്ങിയതാണ് ആ ബിസ്മി. ഇനി ഏത് ആധുനിക വാഹനം ഉപയോഗിക്കണമെങ്കിലും ബിസ്മി ചൊല്ലണം. ആ സമയം മുഴുവനും ഹൈറായി, അല്ലേ? എങ്കിൽ ഇങ്ങനെയാണെങ്കിൽ എത്ര ഹൈറ് നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വേണ്ടേ? ഒരു അണുത്തൂക്കം ഹൈറുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ദിവസം വരാൻ പോകുന്നു. അവൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഹൈറൻ, ഒരു അണുത്തൂക്കം ഹൈറുണ്ടായിരുന്നു. അപ്പം ബിസ്മി കൊണ്ട് തുടങ്ങാൻ ഒരു കാര്യം കഴിഞ്ഞാൽ റബ്ബന തഖബ്ബൽ മിന്നാ എന്ന് പറയണം. മറക്കരുത്. പടച്ചോനെ കബൂൽ ചെയ്യും പടച്ചോനെന്ന് പറയണം. അപ്പൊ ലോകാവസാനം വരെ ജീവിക്കുന്ന ഏത് മനുഷ്യൻ ഏത് ചെറിയ കാര്യം ചെയ്താലും പറയേണ്ട പ്രാർത്ഥന, ഏറ്റവും മുന്തിയ കർമ്മം ചെയ്തപ്പോൾ ആര് പഠിപ്പിച്ചു? കർമ്മം വലിയ കർമ്മമായിട്ട് കാര്യമില്ല, ഇനി അതിലും വലിയൊരു കർമ്മം ചെയ്യാനില്ല. ആ കർമ്മം ചെയ്തിട്ടാണ് എന്ത് പറഞ്ഞത്? റബ്ബന തഖബ്ബൽ മിന്ന എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് ബോധത്തോടെ അറിവോടെ ചെയ്യണം. അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു ഒന്നും കബൂൽ ചെയ്യൂല. ഇത് ബേസിക് ആയിട്ട് പഠിച്ചു വെക്കണം. ഞാനിത് പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കും. ബാങ്ക് കേൾക്കുമ്പോൾ ബാങ്ക് പറയുന്നവനെ പോലെ നമ്മൾ പറയണം, അല്ലേ?
ഹയ്യാല സ്വലപ്പോൾ ലാഹുൽ വലാ ഖുവത്ത ഇല്ലാ ബില്ലാ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ബാങ്ക് കഴിഞ്ഞാൽ ആദ്യം എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ നമ്മൾ സാധാരണ പറയലേ. പക്ഷെ അതിന് മുമ്പ് സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ, സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീല വൽ ഫളീല വബഅസുഹു മഖാമൻ മഹ്മൂദ. ഈ വബഅസുഹു മഖാമൻ മഹ്മൂദ ഖുർആനിൽ ഉണ്ട്. ഖുർആനിൽ അള്ളാഹു നബിയോട് പറഞ്ഞ കാര്യമാണ് നമ്മൾ നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായില്ലേ? വസീല എന്താണ്, ഫളീല എന്താന്ന് പഠിക്കണം. അതേപോലെ നമ്മൾ മഖാമ മഹ്മൂദിലേക്ക് നബിയെ നീ വെറുതെ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു തആല അത് കബൂൽ ചെയ്യൂല. നമ്മളെ അമലിന്റെ പട്ടികയിൽ അത് ഉണ്ടാവൂല. ഒരു സംശയവും വേണ്ട, ഉണ്ടാവൂല. കാരണം അള്ളാഹ് കബൂൽ ചെയ്യില്ല എന്ന് റസൂൽ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന നമുക്ക് കുറേ കാര്യങ്ങൾ പറയാണ്ട്, അതിൽ നമ്മളിപ്പോ പറയുന്ന പഠിക്കുന്ന വിഷയം ശഫാഅത്തുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതിൽ മഖാമു മഹ്മൂദ് ഈ ബഅത്ത് നിയോഗിക്കപ്പെടച്ചവനെ മഖാമൻ മഹ്മൂദിലേക്ക് നബിയെ നിയോഗിക്കപ്പെടച്ചവനെ നമ്മൾ പ്രാർത്ഥിക്കാം. ആ മഖാമു മഹ്മൂദിലേക്കുള്ള നിയോഗമാണ് നമ്മൾ ഈ കാണുന്ന ആയത്ത്. ഇനി ആ ആയത്തിലേക്ക് ശ്രദ്ധിക്കാം. എത്രാമത്തെ ആയത്ത് മുതലാണ്? എല്ലാവരും ഒരുമിച്ച് ഊത.
ഈ സൂറത്തിന്റെ ഈ ഈ ആയത്തുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പറഞ്ഞു പോയിട്ട് അവസാനം കരഞ്ഞുകൊണ്ട് കരച്ചിലടക്കാൻ കഴിയാതെ ഹുഷൂ വർദ്ധിച്ച് ഭക്തി കൂടി കരഞ്ഞ് സുജൂദിലേക്ക് ആളുകൾ വീഴുന്ന ഒരു രംഗമാണ് ഈ ആയത്ത് ഇങ്ങനെ പോയിട്ട് ഈ സൂറത്തിൻ്റെ അവസാനത്തിലേക്ക് സുജൂദിൻ്റെ ഈ തിലാവത്തിൻ്റെ ഇങ്ങനെ മറിച്ചൊക്കെ കാണാം. തിലാവത്തിൻ്റെ സുജൂദ് 2 പേജ് അപ്പുറത്തേക്ക് മറിച്ചാൽ അവസാനം കാണാം തിലാവത്തിൻ്റെ സുജൂദിലേക്ക് ആളുകൾ വീഴുന്ന. അത് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് പോവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? റബ്ബിൻ്റെ മുന്നിൽ ഈ ആയത്തുകൾ ഇങ്ങനെ കേട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലായി അത് ഹൃദയത്തിൽ തട്ടി കരഞ്ഞ് പിന്നെ യബുക്കൂന അവർ കരയും, വയസീദുഹും ഖുശൂഅ എന്നിട്ട് ഖുശൂ വർദ്ധിക്കും, അവർ നാട്ടകുത്തി സുജൂദിലേക്ക് വീഴും എന്നൊക്കെ അള്ളാഹു പറയാണ്. ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ഇത് ഈ നമ്മളിപ്പോൾ ഷഫായത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞേ. ആ ഷഫായത്ത് എന്താണ്? മഖാം മഹ്മൂദാണ് അല്ലേ? മഖാം മഹ്മൂദ്. അത് നമ്മൾ ഈ ആയത്തിൽ കണ്ടോ? നമ്മൾ ഈ ഓതി ആയത്തിൽ എവിടെയെങ്കിലും കണ്ടോ? മഖാം മഹ്മൂദ് കണ്ടോ? എവിടെ കണ്ടത്? എത്രാമത്തെ ആയത്തിലാണ് കണ്ടത്? 79 അല്ലേ? അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. കണ്ടാ? അതാണ് വബഅസുഹു. അള്ളാഹ് പറയാണ് താങ്കളെ റബ്ബ് മഖാം മഹ്മൂദിലേക്ക് താങ്കളെ നിയോഗിച്ചേക്കാം എന്നാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വബഅസുഹു, അദ്ദേഹത്തെ നിയോഗിക്ക് പടച്ചോനെ മഖാമൻ മഹ്മൂദ. ഈ ആയത്തിന്റെ ജവാബാണ് നമ്മൾ എല്ലാ ബാങ്കിന് ശേഷം പറയുന്നത്. ഈ ബോധത്തോടു കൂടിയാണ് നമ്മൾ പറയേണ്ടത്. ഇന്ന് മുതൽ നമ്മൾ അങ്ങനെ പറയണം. അങ്ങനെ പറയുമ്പോഴേ അള്ളാഹു തആല നമ്മളിൽ നിന്നത് കബൂൽ ചെയ്യുള്ളൂ. ഈ ആയത്ത് ശ്രദ്ധിക്കുക. യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബി ഇമാമിഹിം. നമ്മൾ കേട്ട ആയത്ത് 71. ഒരു ദിവസം വരാനുണ്ട്. ഏതാണ് ആ ദിവസം? യൗമ നദ്ഉ, നാം വിളിക്കുന്ന ദിവസമാണ്. കുല്ല ഉനാസിൻ, എല്ലാ മനുഷ്യരെയും നാം വിളിക്കും. ബി ഇമാമിഹിം, അവരുടെ ഇമാമോടുകൂടി. ഏതാണ് ഇമാം? ഓരോ സമൂഹത്തിനുമുള്ള ഇമാം ഏതാ? ഖുർആനിൽ അള്ളാഹ് അതിന്റെ മറുപടി വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. വജഅൽനാ മിൻഹും അഇമ്മത്തൻ. അഇമ്മത്ത് ഇമാമിന്റെ ബഹുവചനമാണ് അഇമ്മത്ത്. ഇമാമിന്റെ ജംആണെന്ത്? അഇമ്മത്ത്. അപ്പൊ പ്രവാചകന്മാരും വേദഗ്രന്ഥവുമാണ്. എന്താണ്? പ്രവാചകന്മാരും വേദഗ്രന്ഥം. അപ്പൊ മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹിന്റെ ഉമ്മത്തീങ്ങൾ വിളിക്കുക, നാളെ പരലോകത്ത് വിളിക്കുക ഖുർആനിന്റെ കൂടെ വരാനാണ്. മരിക്കണത് വരെ ഖുർആൻ എടുക്കാത്ത ആൾക്കാർ, ഖുർആൻ പഠിക്കാത്ത ആൾക്കാർ എങ്ങനെ ഖുർആന്റെ കൂടെ ചെല്ലുക? യൗമ നദ്ഉ, നാം വിളിക്കും എല്ലാ മനുഷ്യരെയും അവരുടെ ഇമാമിന്റെ കൂടെ വിളിക്കുന്നതാണ്. അപ്പോൾ ഖുർആനിനെ ഇമാമാക്കാത്ത ആൾക്കാർ, മയ്യത്ത് ഖബറിൽ വെച്ചാൽ മാ ഇമാമുക്ക എന്ന ചോദ്യത്തിന് എന്താ മറുപടി? മാ ഇമാമുക്ക എന്ന ചോദ്യത്തിന്റെ മറുപടി എന്താണ്? ഖബറിലെ മലക്കളെ ചോദ്യത്തിന്റെ മറുപടി ഇവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൻ റബ്ബുക്ക, ആരാ? റബ്ബി അല്ലാഹ് അല്ലേ? പറയണ്ടേ? മാ ദീനുക്ക, ദീനുൽ ഇസ്ലാം. മാ ഇമാമുക്ക, ഇമാമി അൽ ഖുർആൻ. കണ്ടാ? അപ്പം എല്ലാ സമൂഹത്തെയും അവർ ഇമാമിന്റെ കൂടെ വിളിക്കുന്നതാണ്. മരിക്കുന്നത് വരെ ഖുർആനിനെ ഇമാമാക്കാത്തവന് പരലോകത്ത്, അല്ലെങ്കിൽ പിന്നെ ഇതിലൊന്നും വിശ്വാസമില്ലാതെ നടക്കണം. ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ അധികം അത്തരം കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്വാതന്ത്ര്യമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് കൊടുക്കാൻ വേണ്ടി കുറെ എക്സ് മുസ്ലിമീങ്ങളൊക്കെ ഒഴിഞ്ഞിരിക്കുന്നുണ്ട്. അവരിലേക്ക് ഇപ്പൊ അങ്ങനെ ചെറുപ്പക്കാർ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചൊക്കെ ബോധമുള്ള മുസ്ലിമായി ജനിച്ച് ജീവിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അങ്ങനെ മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കണം. ഫമൻ ഊത്തിയ കിതാബഹു ബിയമീനി, വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവൻ, ഊരായിക്ക യഖ്റഊന കിതാബഹു, അവൻ അവൻ്റെ കിതാബ് വായിക്കും. സുബ്ഹാനല്ലാഹ്. വലതു കൈയിൽ നാളെ നമ്മളെ അമലിൻ്റെ ഗ്രന്ഥം നാളെ കൊടുക്കുമ്പോൾ വലത് കൈയിൽ കിട്ടിയവരൊക്കെ അത് വായിച്ചു വെക്കുന്നതാണ്. കാരണം എന്താ? നമുക്കൊരു നല്ല എല്ലാ വിഷയത്തിലും A+ കിട്ടിയ പ്രോഗ്രസ് കാർഡ് കിട്ടിയാൽ നമ്മളും വായിക്കും, പലതവണ വായിക്കും, ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കും അല്ലേ? അള്ളാഹു ഖുർആനിൽ വേറെ സ്ഥലത്ത് അത് പറയുന്നുണ്ട്. ഹാ ഉ മുഖ്റഉ കിതാബിയ, എന്നിട്ട് വരി, എല്ലാവരും എന്നിട്ട് വരി, എൻ്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്കി എന്ന് പറയും. ആര്? വലത് കൈയിൽ ഗ്രന്ഥം കിട്ടിയവൻ. അതന്നെ അള്ളാഹ് ഈ പറഞ്ഞത്. വലാ യുദ്ലമൂന ഫത്തീല, ഒരിക്കലും അള്ളാഹു അവരോട് ഒരു തരിമും അനീതി അള്ളാഹ് ആരോടും കാണിക്കൂല. ഒരാളും ചെയ്യാത്തൊരു കാര്യം പഠിച്ചാൽ രേഖയിൽ എഴുതിയേക്കൂല. ചെയ്യാത്തത് ഞാൻ ചെയ്തിട്ടില്ലല്ലോ, അത് ഞാൻ അറിയാത്തതാണെന്ന് ഒന്നും ഉണ്ടാവില്ല. അള്ളാഹുത്തിലെ വ്യക്തമായ തെളിവുകളായിരിക്കും എന്ത് ചെയ്യുക? രേഖപ്പെടുത്തി വെക്കുക. അള്ളാഹു ഒരിക്കലും അനീതി കാണിക്കൂല. വമൻ ഖാന ഫി ആദിഹി അഅമ, ദുനിയാവിൽ കണ്ണുപൊട്ടനായവർ ആരൊക്കെയാണോ, ഫിൽ ആഖിറത്തി അഅമ, അവർ പരലോകത്ത് കണ്ണുപൊട്ടനായിരിക്കും. എന്താ? അന്ധനായി ജനിച്ചവരൊക്കെ പരലോകത്ത് അന്ധനായിരിക്കും എന്നാണോ? അല്ല, പിന്നെന്താ?
ഇവിടുത്തെ അന്ധനാരാണ്? ഖുർആനിലേക്ക് നോക്കാത്തവനാ, ഖുർആൻ കാണാത്തവനാ, ഖുർആൻ പഠിക്കാത്തവനാ. അവനെ നാളെ പരലോകത്ത് അല്ലാഹു തആല, കാരണം ഈ കണ്ണ് തന്നത് എന്തിനാ? നമ്മൾ വിചാരിക്കുകയാണ് എന്തിനാ? നമ്മളെ കുട്ടികളെ കാണാനും മക്കളെ കാണാനും ആകാശം കാണാനും ഭൂമി കാണാനും ഒന്നാണ്. അല്ല, അള്ള പറഞ്ഞെന്തിനാ? നമുക്ക് ആദ്യം അള്ള കണ്ണ് തന്നത് അള്ളാന്റെ കലാമ് കാണാനാണ്, കലാമിലേക്ക് നോക്കാനാണ്. ഇത് കാണാം, ആദ്യം കാഴ്ചയാണ്, പിന്നെ സംആൻ, ആദ്യം ബസറാണ്, പിന്നെ സംആൻ, പിന്നെ ഫുആദാണ്. ഇതൊക്കെ ചോദിക്കും. ഇന്നൽ ബസറ വസ്സമഅ വൽ ഫുആദ് വകുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടും. ഇത് പടച്ചോൻ തന്നത് അതിനാണ്. ഇതിന്റെ പിന്നിൽ ചോദ്യമുണ്ട്. അപ്പൊ ഇവിടെ ഇത് കാണാതെ അന്ധത നടിച്ച് നടന്നവൻ നാളെ പരലോകത്ത് കണ്ണോട്ടവനായിരിക്കും. അള്ളൽ സബീല, ഏറ്റവും വഴി വെച്ചവനുമായിരിക്കും. വഇൻ കാദു ലയഫ്തിനൂനക അനില്ലദി ഔഹൈനാ ഇലൈക ലിതഫ്തരിയ അലൈനാ ഗൈറ. എന്നിട്ട് നബിയോട് അള്ളാഹ് പറയാണ്, അവര് നബിയെ താങ്കളെ ഫിത്നയാക്കാൻ വേണ്ടിയിട്ട്, താങ്കളെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ ഖുർആനിൽ താങ്കൾ എന്തെങ്കിലുമൊക്കെ താങ്കളെ വക ഒന്ന് ഉണ്ടാക്കണം എന്ന് അവരാഗ്രഹിക്കുകയാണ്. എങ്ങനെ? നബി ഖുർആനിൽ കൃത്രിമം കാണിക്കണം എന്ന് എന്ത് ചെയ്യാണ് അവരാഗ്രഹിക്കുകയാണ്. അത് എല്ലാം പറയണ്ട, നബിനോട് തന്നെ നബി അവരാഗ്രഹിക്കുന്നത് ചെറുത് അവരെ താല്പര്യത്തിനുള്ള ചില കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് പറയാനാണ് അവർ ആഗ്രഹം. അങ്ങനെ നബിയെ താങ്കളെ ഫിത്ന ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതല്ല തഹദൂക ഖലീല, താങ്കൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, താങ്കൾ അവരെ ഖലീലായി സ്വീകരിക്കും, കൂട്ടുകാരനായി സ്വീകരിക്കും എന്നുള്ള പറയാം. അങ്ങനെ ചെയ്താൽ വലൗല അൻ സബ്ബത്തിനാക്ക, നബി പറയാം, താങ്കൾക്ക് നാം സബാത്ത് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ലഖദ് കിത്ത തർക്കൻ ഇലൈഹിം ഷൈഅൻ ഖലീല, താങ്കൾ പോലും ഒരല്പം അവരിലേക്ക് ചാഞ്ഞു പോകുമായിരുന്നു. വളരെ ഗൗരവമുള്ള കാര്യമല്ല, വളരെ ഗൗരവമുള്ള കാര്യമാണ്. വലൗല, ഒന്ന് വായിക്കി ആയത്ത്. വലൗല അൻ പറയൂ, വലൗല അൻ. ചിലതൊന്നും മനസ്സിന്ന് പോകരുത്, അതിനാ ഞാൻ ചോദിക്കണേ. വലൗല അൻ സബ്ബത്തിനാക്ക, നബിയെ താങ്കൾക്ക് നാം സബാത്ത് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ താങ്കൾ പോലും അവരിലേക്ക് ഒരല്പം ചാഞ്ഞു പോകുമായിരുന്നു. ആരോട്? അതുകൊണ്ടാണ് നമ്മളൊക്കെ എപ്പോഴും അള്ളാഹിനോട് ഏറ്റവും ഗൗരവത്തോടെ ചോദിക്കേണ്ട കാര്യമാണ് സബാത്ത്. അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, അല്ലാഹുമ്മ യാ മുസരിഫൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. നിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ എൻ്റെ ഹൃദയത്തിന് സബാത്ത് കൊണ്ട പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കണം. റസൂലിനോട് വരെ പറയണ താങ്കൾ പോലും ഒരല്പം ചാഞ്ഞു പോകുമായിരുന്നു. പോകാത്തതിന്റെ കാരണം എന്താ? താങ്കൾക്ക് ഞാൻ സബാത്ത് നൽകിയത് കൊണ്ടാണ്. വലൗല സബ്ബത്തിനാക്ക, സബാത്ത് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ താങ്കൾ പോലും ചാഞ്ഞു പോകുമായിരുന്നു. എപ്പോഴും നമ്മൾ ചോദിക്കണം. സബാത്ത് ചോദിച്ച ഹദീസിലെ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ കഥ കേട്ടിട്ടുണ്ടോ? ഈ നമ്മളീ പറഞ്ഞ അല്ലാഹുമ്മ യാ മുസരിഫൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ യാ മുഖല്ലിബൻ ഖുലൂബ് സബ്ബത്ത് ഖൽബി, രണ്ട് റിപ്പോർട്ടുണ്ട്. ഒന്ന് മുസരിഫ് മുഖല്ലിബും ഉണ്ട്. ഒരിക്കലും റസൂല് സഹാബത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോഴാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. റസൂൽ ഇതിങ്ങനെ നിർത്താതെ പറയാണ്, അല്ലാഹുമ്മ യാ മുസരിഫൽ ഖുലൂബ് സബ്ബത്ത് ഖൽബി അലാ ദീനിക, അല്ലാഹുമ്മ യാ മുസരിഫൽ ഖുലൂബ് സബ്ബത്ത് ഖൽബി. ഇതിങ്ങനെ നിർത്താതെ റസൂൽ പറയാണ്. അപ്പം സഹാബിയോട് ചോദിച്ചു, സഹാബികളൊക്കെ ദീനിലേക്ക് കടന്നു വന്ന ആൾക്കാരാണ് അല്ലേ, പല സാഹചര്യങ്ങൾ കടന്നു വന്നോല. അപ്പോൾ സഹാബികൾക്ക് പേടി, ഇതെന്താ നബി ഇങ്ങനെ പറയണത്? സഭ്യത്തിക്കൽ പല ദീനിൽ ഉറപ്പിച്ച്, ദീനിൽ നിന്ന് മാറിപ്പോകാതെ ഉറപ്പിച്ച് നിർത്തി പഠിച്ചവനെ. ഇതിങ്ങനെ ആവർത്തിച്ചപ്പോൾ അവർ ചോദിച്ചു, ഹൽ നഖാഫു അലൈനായ റസൂലല്ലാ, അൽ തഖാഫു അലൈനായ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂൽ താങ്കൾക്ക് ഞങ്ങളെപ്പറ്റി പേടിയാണോ എന്ന് ചോദിച്ചു. എന്താ ചോദിച്ചത്? താങ്കൾക്ക് ഞങ്ങളെപ്പറ്റി, ഞങ്ങൾ ഈ ദീനിൽ നിന്ന് ഈ മതം വിട്ട് പോകുമോ, ഈ ദീന് വിട്ട് പോകുമെന്ന് താങ്കൾക്ക് പേടിയാണോ എന്ന് ചോദിച്ചു. ഇത് ചോദിക്കണത് ആരാ നോക്കണം? ഒരുപാട് ത്യാഗ സഹിച്ച് വന്നോലാ. നമുക്കൊക്കെ ഈ ദീന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. നമ്മളൊന്നും ഈ ദീനിന് വേണ്ടി ഒരു ത്യാഗം സഹിച്ചിട്ടില്ല. നമ്മളെ മാപ്പ മുസ്ലിം ആയതൊരു മുസ്ലിമായി വന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. ഈ ദീനിലേക്ക് ത്യാഗം ചെയ്ത് വന്നവരാണ്. അന്ന് അവരെ സമ്പത്ത് കൊള്ളയടിച്ചു, ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടു, വീട്ടിൽ നിന്ന് പുറത്താക്കി, നാട്ടിൽ നിന്ന് പുറത്താക്കി, ബഹിഷ്കരിച്ചു. അങ്ങനെ ത്യാഗം സഹിച്ചിട്ട് വന്നവരാണ് ആര്? നബിന്റെ മുന്നിലിരിക്കുന്ന സഹാബികൾ. അവരോടാണ് റസൂല്, അവർക്കാണ് പഠിപ്പിക്കുന്നത് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ മുസരിഫൽ ഖുലൂബ് സബ്ബത്ത് ഖൽബി അലാ. അപ്പോൾ അവർ ചോദിക്കുകയാണ്, നബിയെ താങ്കൾക്ക് പേടിയുണ്ടോ ഞങ്ങൾ ഇതിട്ട് പോകുന്നു? അപ്പോൾ റസൂൽ എന്താ പറഞ്ഞതെന്നറിയോ? നഅം എന്നാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? പേടിയാണ്. അവരെ പറ്റി റസൂലുള്ളാഹിക്ക് പേടിയുണ്ടെങ്കിൽ നമ്മളൊക്കെ അവസ്ഥ എന്തേക്കാരം? അവരെ പറ്റിയൊക്കെ പേടിയുണ്ടെങ്കിൽ നമ്മളെ അവസ്ഥ എന്തേക്കാരം? എന്നിട്ട് റസൂൽ പറയുന്നുണ്ട്, മനുഷ്യന്റെ ഹൃദയം അള്ളാഹുവിൻ്റെ രണ്ട് വിരലുകൾ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന
അള്ളാഹു ഉദ്ദേശിക്കുന്നവർ അത് നിലനിർത്തും, അല്ലാത്തതൊക്കെ പോകുന്ന പറഞ്ഞത്. ഈ ഇളകിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പം എപ്പോഴും നമ്മൾ അതാണ് ഈ സബാത്ത് പഠിപ്പിച്ച ഹദീസുമായി ബന്ധപ്പെട്ട സംഭവം. സ്വഹാബികൾ ചോദിച്ചതാണ്, പേടിയാണെന്ന് വെച്ചാൽ റസൂൽ പേടിയാന്നാണ് പറഞ്ഞത്. എങ്കിൽ നമ്മളൊക്കെ അവസ്ഥ എന്തായിരിക്കും? നമുക്കൊക്കെ എത്ര വേദന ഈമാൻ നിലനിർത്തി സഹിക്കാൻ പറ്റും, എത്ര ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിക്കാൻ പറ്റും. എപ്പോഴും പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. നബിനോടാണ് പറഞ്ഞത്. എന്നിട്ട് പറയാണ്, ഇനി ബാക്കി എന്താണ്? ബാക്കി അങ്ങനെ നബിയെ താങ്കൾ ചെയ്താൽ ഇതല്ല അദഖിനാക ലൈഫൽ ഹയാത്തി വലൈഫൽ മമാത്, ഇഹലോകത്തും പരലോകത്തും ഇരട്ടി ശിക്ഷയാണ്, ഇരട്ടി ശിക്ഷയാണ്. തുമ്മലാ തജിദ് ലക അലൈനാ നസീറ, പിന്നെ ഒരു സഹായം കണ്ടെത്താൻ കഴിയില്ല. എന്താ പറഞ്ഞത്? ദീന് പഠിച്ച് മനസ്സിലാക്കി ദീൻ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയി ദാറുൽ ഹുദയിൽ കുറേ കൊല്ലം പഠിച്ച് അവിടുത്തെ ഖുർആനും ഹദീസൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് പോയി കാര്യലാഭത്തിന് വേണ്ടി. ദീനൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാറിപ്പോയി ഇത് ഒഴിവാക്കിയിട്ട് പോയാൽ ഇരട്ടി ശിക്ഷയാണ്. മനസ്സിലാക്കാതെ ചെയ്തവരും മനസ്സിലാക്കി ചെയ്യുന്നവർക്കും ഈ ഖുർആനും ഹദീസൊക്കെ പഠിച്ചിട്ട് ശരിയാന്ന് അറിഞ്ഞിട്ടും ശിർക്കും ബിദ്അത്തും ചെയ്യുന്ന ആൾക്കാർ, അത് മൂല്യമാരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും അവർക്ക് ഇരട്ടി ശിക്ഷയാണ്. അതാണ് ഈ ആയത്ത്. സാധാരണയുള്ള ശിക്ഷയല്ല, ഇരട്ടി ശിക്ഷയാണ്. ബാക്കി ദീഫൽ ഹയാത്തി വദീഫൽ തുമ്മലാ തജിദ് ലക അലൈനാ നസീറ വഇൻ കാദു ലയസ്തഫിസൂനക മിനൽ അർളി ലിയുഖ്രിജൂക മിൻഹാ. നബിയെ താങ്കൾ അവർ ഈ ഇവിടുന്ന് പുറത്താക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? നബിയെയും സഹാബികളെയും ഒക്കെ എന്താക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഭൂമിയിൽ നിന്ന്, മക്കയിൽ നിന്ന് അവരെന്ത് ചെയ്യണം? അവരെ പുറത്താക്കണം. ആ പുറത്താക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിരട്ടി ഓടിക്കാനും പുറത്താക്കാനുമാണ് അവർ അവിടെ ലക്ഷ്യം. അതാണ്. എന്നാൽ ഇതല്ല യൽബസൂന ഖിലാഫക ഇല്ല ഖലീല, എങ്കിൽ നിന്റെ പുറത്താക്കലിന് ശേഷം നിന്നെ അവർ പുറത്താക്കിയാൽ കുറച്ചു കാലമല്ലാതെ അവർ അവിടെ താമസിക്കുകയില്ല. എന്നാൽ വല്ലാതെ ഒന്നും ഇവർക്ക് നിങ്ങളെ സ്വത്തും മുതലൊന്നും എടുത്തിട്ട് ജീവിക്കാനൊന്നും പറ്റൂല, വലിയ കാലമൊന്നും ഉണ്ടാവില്ല. സുന്നത്ത മൻഖദ് അർസൽനാ ഖബലക മിർ റസൂലിന, മുമ്പുള്ള എല്ലാ മുർസലീങ്ങൾക്കുണ്ടായ ചര്യ തന്നെയാണ്. വലാ തജിദു സുന്നത്തിന തഹ്വീല, നമ്മളെ സുന്നത്തിൽ ചര്യയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഇങ്ങനെ പുറത്താക്കലും നാട്ടിൽ നിന്ന് പുറത്താക്കലും ഒക്കെ തന്നെയാണ് മുമ്പേ പ്രവാചകന്മാരുടെ ചരിത്രം. അതാണ് ഇനി പറയുന്ന ആയത്ത്. 5 വക്ത് നിസ്കാരം ഒരായത്തിലുണ്ട്. നമ്മൾ പറയില്ല ഖുർആനിൽ 3 വക്തേ ഉള്ളൂ, ഖുർആനിൽ 3 വക്തേ ഉള്ളൂ. ഇനി അത് പറയരുത്. ഖുർആനിൽ 5 വക്ത് നിസ്കാരമുണ്ട്. ഖുർആനിൽ 5 വക്ത് നിസ്കാരമുണ്ട്. ആ 5 വക്ത് നിസ്കാരവും പറയുന്ന ആയത്താണ് ഇനി വായിക്കാൻ പോണത്. അഖിമിസ് സ്വലാത്ത, നിസ്കാരം നിലനിർത്തുക. ലിദുലൂക്കി ഷംസി, സൂര്യൻ അത് നേരിൽ നിന്ന് തെറ്റിയത് മുതൽ ഇലാ വസക്കിൽ ലൈലി, രാത്രി ഇരുട്ടുന്നത് വരെ. എത്ര വക്തായി? സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ ളുഹ്ർ തുടങ്ങിയില്ലേ? ഏത് വരെ? രാത്രി ഇരുട്ടുന്നത് വരെ. രാത്രി ഇരുട്ടലപ്പോഴാണ് ഏഷൻ്റെ സമയത്താണ് അല്ലേ? അപ്പോൾ ഏത് വരെ കിട്ടി? ളുഹ്ർ കിട്ടി, അസർ കിട്ടി, മഗ്രിബ് കിട്ടി, ഇഷ കിട്ടി. ഇനി അടുത്ത് സുബ്ഹി. ബാക്കി വായിക്ക്. ഖുർആനുൽ ഫജ്ർ. ഖുർആനുൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ ഫജ്ർ നിസ്കാരം. ഖുർആനുൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ ഫജ്ർ നിസ്കാരം, ഖുർആൻ ഓതിക്കൊണ്ടുള്ള ഫജ്ർ നിസ്കാരവും. അപ്പോൾ 5 വക്ത് കിട്ടി. ഇന്ന ഖുർആനുൽ ഫജ്രി കാന മഷ്ഹൂദ. ഈ സുബ്ഹി നിസ്കാരം എന്ന് പറഞ്ഞത് പ്രത്യേക സാക്ഷ്യം വഹിക്കുന്ന സംഗതിയാണ്. സുബ്ഹി നിസ്കരിക്കാൻ ആരും മടി കാണിക്കണ്ട. റൂമിൽ മുട്ടിയാൽ ആരും മുട്ടണോലെ ദേഷ്യം പിടിക്കണ്ട. മനസ്സിലായില്ലേ? സുബ്ഹി നിസ്കരിക്കാൻ ആരും മടി കാണിക്കണ്ട. സുബ്ഹി നിസ്കാരം പ്രത്യേകം മഷ്ഹൂദാണ്. അത് പ്രത്യേകം നാളെ പരലോകത്ത് സാക്ഷ്യം വഹിക്കപ്പെടുന്ന സംഗതിയാണ്. സുബ്ഹി നിസ്കാരം അള്ളാഹിൻ്റെ ഒരു ദിമ്മത്താണ്. മനസ്സിലായില്ലേ? ബാക്കിയുള്ള നിസ്കാരം അതല്ല എന്നല്ല അർത്ഥം. സുബ്ഹി ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരാൾക്ക് ബാക്കിയുള്ള നിസ്കാരം ഒന്നും ഭാരാവില്ല. ബാക്കിയുള്ള എല്ലാ നിസ്കാരങ്ങളും ചെയ്തുകൊള്ളും. ബാക്കി വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫില, രാത്രിയിൽ നിന്ന് അല്പസമയം നിസ്കരിക്കുക. താങ്കൾ അത് ഉറക്കം ഉപേക്ഷിച്ചുകൊണ്ട് നിസ്കരിക്കുക. അതാണ് തഹജ്ജുദ് നിസ്കാരം. നാഫിലത്തല്ല, നബിക്ക് പ്രത്യേകം കുറച്ച് അധികം കൊടുത്ത നബിക്ക് നിർബന്ധമാണ്. അസാ അൻ യബഅസക, അള്ളാഹു താങ്കൾ നിയോഗിച്ചേക്കാം. അസാ അൻ യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദ, മഖാം മഹ്മൂദിലേക്ക് താങ്കൾ തൻ്റെ റബ്ബ് നിയോഗിച്ചേക്കാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഒരു ഉദാത്തമായ സ്ഥാനം പദവിയൊക്കെ കിട്ടാൻ കുറച്ചൊക്കെ നമ്മൾ ത്യാഗം ചെയ്യണം. രാത്രി നിസ്കാരമൊക്കെ നിസ്കരിച്ചാൽ അള്ളാഹു ബാക്കിയുള്ളവർക്കുള്ളതൊന്നല്ല. ഒരാൾ രാത്രി നിസ്കരിക്കുന്നത് സുബഹിക്ക് മുമ്പ് ഒരു അരമണിക്കൂർ എണീച്ച് ഒരു 3 റക്അത്തേക്ക് നിസ്കരിക്കുന്ന ഒരാളും അതല്ലാത്ത ഒരാളും ഒരേപോലെ അല്ല. ഒരുപാട് അയാളൊന്ന് മനസ്സുകൊണ്ടൊന്ന് ആഗ്രഹിച്ചാൽ മതിയോ, പടച്ചോൻ്റെയൊക്കെ ഒന്ന് ഉയർന്ന കൈ അത് തട്ടി മാറ്റില്ല. അവൻ്റെ ഒരു വാക്കും പടച്ചോൻ തട്ടി മാറ്റില്ല. പ്രത്യേകം അള്ളാഹിൻ്റെ ദിമ്മത്തുള്ള ആൾക്കാരെ
പിന്നെ ഇവരോട് പറയാം മക്കാം മഹ്മൂദിലേക്ക് നിയോഗിക്കാൻ താങ്കൾ ചെയ്യേണ്ടത് തഹജ്ജുദ് നിസ്കരിക്കണം എന്നുള്ള ഈ ആയത്തിൽ പറഞ്ഞത്. വബഅസുഹു എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? താങ്കളെ നിയോഗിച്ചേക്കാം, അസാ അൻ യബഅസക, താങ്കളെ. അപ്പൊ നമ്മളതിന് മറുപടിയാണ് എന്ത്? വബഅസുഹു മഖാമൻ മഹ്മൂദ. ഇനി അതിനുശേഷം ഒരു പ്രാർത്ഥനയാണ് റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ദിഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ദിഖിൻ വജ്അൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. കടക്കുന്നതും പുറത്തു വരുന്നതും ഒക്കെ എന്തായിരിക്കണം? സിദ്ദിഖായിരിക്കണം. വഖുൽ ജാഹലക വസഹക്കൽ ബാത്തിൽ, സത്യം വന്നു, ബാത്തിലൊക്കെ തകർന്നു പോയിട്ടുണ്ട്. ഇന്നൽ ബാത്തില കാന സഹൂക, എല്ലാ ബാത്തിലും തകർക്കുക തന്നെ ചെയ്യും. വയുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ, നിങ്ങൾ പഠിക്കുന്ന ഖുർആൻ അത് ശിഫയാണ്, റഹ്മത്താണ്. ആർക്ക്? മുഅ്മിനീങ്ങൾക്കുള്ള. ഇല്ല വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാറ, അത് പിന്നെ അക്രമകാരികളായ ആളുകൾക്ക് നഷ്ടമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കൂല. അപ്പം അതുകൊണ്ട് ഇത് നട്ടാണെന്ന് ആരും വിചാരിക്കേണ്ട. ഓരോ ഖുർആൻ ക്ലാസ്സും നമുക്ക് ലാഭം മാത്രമേ ഉള്ളൂ. ഇഹലോകത്തേക്കും പരലോകത്തേക്കുമുള്ള വലിയ ലാഭമാണ്, വലിയ മെച്ചമാണ്. അതുകൊണ്ട് ഓരോ കാര്യവും ബോധ്യത്തോടെ അറിവോടെ പറയാൻ ശ്രമിക്കുക. ഇനി ഇന്ന് മുതൽ മഖാമു മഹ്മൂദ് പറയുമ്പോൾ അത് ശഫാഅത്തുൽ ഉളമയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നിയോഗിച്ചേക്കാം എന്ന് പറഞ്ഞ ആ ഒരു കാര്യം നിയോഗിക്കാൻ വേണ്ടി റസൂൽ നമുക്ക് പഠിപ്പിച്ചതാണ്. നിയോഗിച്ചേക്കാം എന്ന് അള്ളാഹ് പറഞ്ഞു, നിയോഗിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ ബാങ്കിന് ശേഷം പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം എത്ര തവണ ചുരുങ്ങിയത് പ്രാർത്ഥിക്കണം? 5 തവണ പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അമലുകളും അത് അതിൻ്റെതായ തനിമയോട് കൂടി ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആൻ പഠിക്കുന്ന ആളുകൾ ഉൾപ്പെടുത്തി അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ വന്നു പോയി തെറ്റിക്കുറ്റയും അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ശരീരത്തിന് ആഫിയത്തും ആരോഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഖുർആൻ പഠിതാവായ നമ്മളെ ജുറൈജിൻ്റെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഉച്ചക്ക് സാധാരണ ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്ത ഒരാളാണ്. ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഒരുമിച്ചിരുന്ന് ഉച്ചഭക്ഷണം കഴിച്ച് അത് അവസാനിക്കാറായ സമയത്ത് ഒരു വേദന വരികയും ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പായിട്ട് മരണപ്പെടുകയും ചെയ്തു. അള്ളാഹുത്തിൽ അദ്ദേഹത്തിന് മാഫറത്തും റഹ്മത്തും പ്രദാനം. ഇന്ന് 11 മണിക്കാണ് അദ്ദേഹത്തിന് ജനാസ എടുക്കുന്നത്. അള്ളാഹുത്തിൽ അദ്ദേഹത്തിന് ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ അമലുകളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ അള്ളാഹു തല പരലോകത്ത് ദറജ ഉയർത്തി കൊടുക്കട്ടെ. അദ്ദേഹത്തെ നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.